പുറത്തോട്ട് പോകണമെങ്കിൽ ഒരാളുടെ ഹെൽപ്പ് വേണം, വീട്ടിനകത്തൊരാളുടെ ഹെൽപ്പ് വേണം, ഫുഡ് വയ്ക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും. പിന്നെ അതിനേക്കാളൊക്കെ ഉപരി ഫിനാൻഷ്യലി കണ്ണിൻ്റെ കാഴ്ചയില്ലേ നമുക്ക് എങ്ങോട്ടാണ് പോകാൻ പറ്റുക. ഞാനൊരു ഡ്രസ്സ് തന്നെ ഒന്ന് സെലക്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മണിക്കൂറുകൾ കഴിയും. കാരണം ഏതിനാണെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. ഒരു ലൈറ്റ് ഇട്ടും 2 ലൈറ്റ് ഇട്ടും പിന്നെ എൻ്റെ ഫോണിൻ്റെ ലൈറ്റൊക്കെ എടുത്തിട്ടും കൊണ്ടാണ് ഞാൻ അതൊന്ന് കണ്ടുപിടിക്കുന്നത്. എന്നാലും ചിലപ്പോൾ മൊത്തമൊന്നും വരില്ല. ഒരു മാസം മുൻപ് തിരുവനന്തപുരം സ്വദേശി സൂസൻ ആന്റണിയുടെ ഈ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. അതിനുശേഷം സൂസനെ സഹായിക്കാൻ പലരും മുന്നോട്ട് വന്നു. സൂസന്റെ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടാനുള്ള ശസ്ത്രക്രിയ കഴിഞ്ഞു. ഇന്ന് സൂസനെ കാണാൻ വീണ്ടും നമ്മൾ പോവുകയാണ്. ദെയ്ദിൽ, ഷാർജയിലെ ദെയ്ദിലെ ഈ വില്ലയുടെ ഒരു ഭാഗത്ത് ഒരു ഒഴിഞ്ഞൊരു കോണിലാണ് സൂസൻ കഴിയുന്നത്. സൂസന്റെ വീടിനകത്തേക്ക് നമ്മൾ കയറുകയാണ്. ഒരു കണ്ണിനാണ് ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ളത്. ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും പോയതാണ്. ഏതായാലും സൂസനെ ആദ്യമായി നമ്മൾ കാണാൻ പോകുന്നു. അന്ന് നമ്മൾ വരുന്ന സമയത്ത് സൂസന് കാഴ്ച ഉണ്ടായിരുന്നില്ല. ഒരു നിഴല് പോലെ മാത്രമേ നമ്മൾ കണ്ടിരുന്നുള്ളൂ. ശബ്ദം കൊണ്ടാണ് നമ്മളെ തിരിച്ചറിഞ്ഞിരുന്നത്. ഏതായാലും സൂസനെ നമുക്ക് കാണാം. എങ്ങനെയുണ്ട് സൂസന്റെ ആരോഗ്യമെന്നെല്ലാം അറിയാം. നമസ്കാരം. നമസ്കാരം. മനസ്സിലായോ? മനസ്സിലായി. എങ്ങനെയുണ്ട്? കാഴ്ച തിരിച്ചു കിട്ടുമോ? എന്താണ് അവസ്ഥ? പൂർണ്ണമായിട്ടായില്ല എങ്കിലും സ്ലോലി ബൈ സ്ലോലി കാഴ്ച തിരിച്ചു കിട്ടുമെന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വരുന്ന സമയത്ത് എനിക്കൊരു നിഴൽ പോലെ കണ്ടിരുന്നത് ഇപ്പോൾ കുറച്ചും കൂടി വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. മാസങ്ങളോളം ഒരു വഴിയും മുന്നിലില്ല എന്ന് തോന്നിയ സ്ഥാനത്താണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഒരു റൂട്ട് ഓപ്പൺ ആകുന്നതും അതിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് വരുന്നതും. ചികിത്സയ്ക്കും ഭക്ഷണത്തിനും വാടകയ്ക്കും വകയില്ലാതെ ഷാർജ ദെയ്ദിലെ ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിന്റെ കോണിൽ കഴിഞ്ഞിരുന്ന തിരുവനന്തപുരം സ്വദേശി സൂസൻ ആന്റണി ക്രമേണ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. വാർത്തയറിഞ്ഞ് സഹായവുമായി എത്തിയവരുടെ കരുതലിന്റെ കരുത്തിൽ ഗ്ലോബൽ പ്രവാസി യൂണിയൻ എന്ന മാനുഷിക സംഘടനയുടെ തണലിൽ ദുബായ് ആസ്റ്റർ DM ഹെൽത്ത് കെയറിലായിരുന്നു സൂസൻ ആന്റണിയുടെ വലതു കണ്ണിനുള്ള ശസ്ത്രക്രിയ. പാതി മങ്ങിപ്പോയ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയപ്പോൾ സൂസനുള്ള സന്തോഷം പറഞ്ഞാൽ തീരില്ല. എല്ലാവരുടെ ഭാഗത്തു നിന്നും വളരെ നല്ല ഒരു അനുഭവമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഡോക്ടറായാലും സിസ്റ്റർമാരുടെ ഭാഗത്തു നിന്നും അതൊരു പറയാതിരിക്കാൻ പറ്റില്ല. വളരെയധികം. കാരണം എൻ്റെ വലത്ത് കണ്ണ് ക്ലോസ് ചെയ്ത് വെച്ചേക്കുമ്പോൾ ഇടത് കണ്ണുകൊണ്ട് എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. കംപ്ലീറ്റ് കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പക്ഷേ ആ സമയത്ത് എൻ്റെ കൂടെ നിന്നവരെ എനിക്ക് എത്ര ഓർത്താലും മതിയാവില്ല, നന്ദി പറഞ്ഞാലും മതിയാവില്ല. അത്ര നല്ല സഹകരണമുള്ള കുറേ സിസ്റ്റർമാർ, ഡേ ടൈമിലായാലും നൈറ്റിലായാലും ഒക്കെ. ഭക്ഷണമൊക്കെ എനിക്ക് ഒരു വാരി തരുമ്പോൾ ഞാൻ അറിയാതെ എൻ്റെ കണ്ണ് നിറയുമായിരുന്നു. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശിയാണ് സൂസൻ ആന്റണി. അജ്മാനിലും ഷാർജയിലുമായി ബിസിനസ് നടത്തിയിരുന്ന യുവതി. പലരുടെയും ചതിയിൽപ്പെട്ട് ഫാക്ടറി പൂട്ടി. കൂടെയുണ്ടായിരുന്ന 78 ജോലിക്കാരെയും പിരിച്ചുവിട്ടു. വാടക കൊടുക്കാനാകാതെ കടം കയറി. വിസ പുതുക്കാനാകാതെ അനധികൃത താമസക്കാരിയായി. കിടപ്പാടം നഷ്ടപ്പെട്ടു. ചികിത്സിക്കാതെ ഇടതു കണ്ണിന്റെ കാഴ്ച പോയി. വട്ടപൂജ്യത്തിൽ നിന്നും കാഴ്ച തിരിച്ചുപിടിച്ച് ജീവിതം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് സൂസൻ ആന്റണി. നാട്ടിൽ അർജന്റായിട്ട് പോയി ചെയ്ത് തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ചെയ്ത് തീർക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊന്ന് ക്രമീകരിച്ചിട്ട് നാട്ടിൽ ചെന്ന് അല്പം സമയമെടുത്ത് ചെയ്യേണ്ട കുറേ കാര്യങ്ങളാണ്. കാരണം കൈവിട്ട് പോയത്, കൈവിട്ട് പോകാൻ പാടില്ലാത്തത്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. കാരണം അറിഞ്ഞുകൊണ്ട് നശിപ്പിക്കാൻ ശ്രമിച്ചവരുമുണ്ട്, നശിപ്പിച്ചവരുമുണ്ട്. അവരുടെ മുന്നിലൊക്കെ ഇന്ന് ഞാൻ ജീവിക്കുന്നു എന്നുള്ള ആ ഒരു, എനിക്കത് അത്യാവശ്യമാണ്. സൂസൻ മകനെ നേരിൽ കണ്ടിട്ട് 10 വർഷത്തോളമായി. മകന്റെ മനസ്സ് നൊമ്പരപ്പെടാതിരിക്കാൻ ശസ്ത്രക്രിയയെക്കുറിച്ച് പോലും ഈ അമ്മ മകനോട് പറഞ്ഞില്ല. കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും പറയുന്നത് പോലല്ല, ഇത്രയും മെച്യൂറായതിന് ശേഷം പറയുമ്പം കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും.
എന്താ സംഭവിച്ചത്, കാണാൻ പറ്റുന്നില്ല, വരുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ടാവും. ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ വിളിച്ച് പറഞ്ഞത്, മോനെ മമ്മിക്ക് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുകയാണ്, പ്രാർത്ഥിക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞിനോട് പറഞ്ഞ് സാവകാശം ശാന്തമായിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്തത്. ഗ്ലോബൽ പ്രവാസി യൂണിയൻ പ്രവർത്തകരാണ് സൂസൻ ആന്റണിക്ക് തണലായി കൂടെയുള്ളത്. ആസ്റ്റർ DM ഹെൽത്ത് കെയറിന്റെ കൂടി സഹായത്തോടെയാണ് സൂസന്റെ ശസ്ത്രക്രിയ സാധ്യമായത്. പ്രേക്ഷകരിൽ നിന്നും ലഭിച്ച പിന്തുണയും സുമനസ്സുകളുടെ സഹായവും സൂസന് താങ്ങായി. വളരെ അഭിമാനകരമായ ഒരു നിമിഷത്തിലൂടെ കടന്നു പോകുന്നത്. നമ്മൾ ഏറ്റെടുത്ത ഓരോ ദൗത്യവും നമുക്ക് 100% പൂർത്തീകരിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നു. അതേപോലെ ഇപ്പോൾ സൂസൻ്റെ വിഷയം നമ്മൾ ഏറ്റെടുത്തു. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് 100% സക്സസ് ആക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. ഇനി ബാക്കിയുള്ള കാര്യങ്ങളും 1 by 1 ആയിട്ട് നമുക്ക് തീർത്തു കൊടുക്കണം. അതിന് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ വിഷയങ്ങൾക്കൊക്കെ സഹകരിച്ച ഒരുപാട് സന്മനസ്സുള്ള ആളുകളുണ്ട്. അതേപോലെ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾക്കും അവരൊക്കെ സഹകരിച്ചുകൊണ്ട് എല്ലാവരെയും നമുക്ക് കൂട്ടിച്ചേർത്ത് നിർത്തിക്കൊണ്ട് ഇവരെ പ്രശ്നങ്ങൾ പരിഹരിക്കാം. ഒന്നു ചിരിക്കാൻ അവസരമൊരുക്കി തന്ന എല്ലാവരോടും സൂസന് പറഞ്ഞാൽ തീരാത്ത കടപ്പാടുണ്ട്. സൂസന്റെ വാക്കുകൾ നമ്മൾ കേട്ടു, പ്രതീക്ഷകളും നമ്മളോട് പങ്കുവച്ചു. ശസ്ത്രക്രിയയുടെ തുടർ ചികിത്സ ആവശ്യമുണ്ട്. അതേപോലെ തന്നെയാണ് വിസ കാലാവധി കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങളായി, മറ്റ് ഫൈനുണ്ട്, അതോടൊപ്പം തന്നെ വാടക കൊടുക്കാനുണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് മകനെ കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹം. അതിനുകൂടി വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ സഹായം വേണം. സൂസന് ഒരു പുതിയ ജീവിതം, സൂസന്റെ വാക്കുകളിൽ തന്നെ സൂസന്റെ മനസ്സിന്റെ ഉറപ്പ് വ്യക്തമാകുന്നുണ്ട്, എല്ലാം എനിക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന്. അതിനൊരു സപ്പോർട്ടാണ് സൂസന് വേണ്ടത്. തീർച്ചയായിട്ടും എല്ലാം ഉണ്ടാകും. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച്.